മൂഡ് ഓഫ് ദ നേഷൻ കേരളത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? രാജ്യത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു നേരത്തെ പറഞ്ഞു? രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് 287 സീറ്റ് കിട്ടും. ഇപ്പോൾ 240 സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത്. അത് 287 ഉയരും. എൻ ഡി എക്ക് ഇപ്പോൾ ഉള്ള 293 സീറ്റുകൾ 352 ഉയരുമെന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ്റെ സർവേ പറഞ്ഞതെന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോ പറഞ്ഞു. അപ്പോൾ മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള സർവേയാണ്. എല്ലാ വർഷവും ജനുവരി ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമ സ്ഥാപനം സീ വോട്ടർ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായത്തോടെ രാജ്യവ്യാപകമായി വലിയ സന്നാഹങ്ങളോടെ നടത്തുന്ന ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിശകലനം, അതായത് രാജ്യത്തെ സർക്കാരിൻ്റെ പ്രവർത്തനം, ജനങ്ങളുടെ മനോനില, രാഷ്ട്രീയ മാറ്റം, ഇതെല്ലാം പ്രവചിച്ചുകൊണ്ട് നടത്തുന്ന സർവേയാണ്. അപ്പോൾ ഇന്ത്യ ടുഡേ ഒരു ബി ജെ പി അനുകൂല മാധ്യമമല്ല എന്നെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ബി ജെ പിയെ അതിനിശ്ചിതമായി എതിർക്കുന്ന മാധ്യമ പ്രവർത്തകർ നയിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യ ടുഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോദി മീഡിയ എന്ന് പറയാൻ പറ്റില്ല, ഗോദി മീഡിയ അല്ലാത്തൊരു മീഡിയയുടെ സർവേയാണ് നമ്മളീ പറഞ്ഞത്. അപ്പോൾ വളരെ കൗതുകകരമെന്ന് പറയുന്നത്, ഇതിനകത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതം ബി ജെ പിക്ക് ഉണ്ടാക്കി ഉത്തർപ്രദേശിലാണ്. പക്ഷേ ഉത്തർപ്രദേശിൽ വലിയ തോതിൽ ബി ജെ പി തിരിച്ചു വരും. ഏറ്റവും കൂടുതൽ എം പിമാരുള്ള ആ സംസ്ഥാനമായിരിക്കും ബി ജെ പിക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏറ്റവും കൂടുതൽ എം പിമാരെ കൊടുക്കാൻ പോകുന്നത്. ഉത്തർപ്രദേശ് നേടുന്നവർ ഇന്ത്യ നേടും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത് വീണ്ടും ശരിവെക്കുന്ന തരത്തിലാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. അപ്പോൾ അതിനകത്ത് രസകരമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യ, കേരളം മാത്രമല്ല, ദക്ഷിണേന്ത്യ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാം. തമിഴ്നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സ്ഥിതി നല്ലതല്ല എന്ന് പറയുന്നു. 39 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അതിൽ 39 സീറ്റും ഇന്ത്യ മുന്നണി, DMK മുന്നണി കൊണ്ടുപോകുമെന്ന് പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇത് ബി ജെ പിക്ക് അനുകൂലമായി ഒരു ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടെന്ന് പറയാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. തമിഴ്നാട്ടിൽ അങ്ങനെ പറയുന്നു. വെസ്റ്റ് ബംഗാൾ, ഇനി പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ താല്പര്യം, ഇപ്പോൾ ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട്, ആസാം, വെസ്റ്റ് ബംഗാളൊക്കെയാണ് ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഇത് പാർലമെൻറ്റ് സീറ്റുകളുടെയാണ്. പാർലമെൻറ്റ് സീറ്റുകളുടെ കണക്കെടുത്താൽ TMCക്ക് ഒരു സെറ്റ് ബാക്ക് പറയുന്നു. എം പിമാരുടെ എണ്ണം കുറയും. എന്നാൽ ബി ജെ പിക്ക് 12 എം പിമാർ എന്നുള്ളത് 14 ഉയരും. ബി ജെ പിയുടെ സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നാണ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്, സർവേ ഫലം കാണിക്കുന്നത്. അവിടെ CPMനും കോൺഗ്രസിനും പതിവ് പോലെ സംപൂജ്യരായിരിക്കാനാണ് അവിടെ യോഗമെന്ന് പറയുന്നു. പിന്നെയുള്ളത് ആസാമിനെ കുറിച്ച് പറയുന്നത് NDA തൂത്തുവാരുമെന്നാണ് പറയുന്നത്. അവിടെ തിരിഞ്ഞു നോക്കേണ്ട, ഹിമന്ത ബിശ്വ ശർമ്മ ഭരിക്കുന്ന ആസാമിൽ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സീറ്റുകളും ബി ജെ പിക്ക് കിട്ടും. ഇനി കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞു. കർണാടകയിൽ 28 സീറ്റുകളാണ് ആകെയുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ 23 സീറ്റുകളും ബി ജെ പി നേടും. കോൺഗ്രസ് തവിട് പൊടിയാവും, 5 സീറ്റിലേക്ക് ഒതുങ്ങും. അപ്പോൾ കർണാടകയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും ഫലം എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ കൃത്യമാണ്. കർണാടക പോയി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് എപ്പോൾ നടന്നാലും, ഇന്ന് നടന്നാലും നാളെ നടന്നാലും കർണാടകയിലെ ഭരണം ബി ജെ പി തിരിച്ചു പിടിക്കുമെന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ കാര്യം എന്ന് വെച്ചാൽ 25 സീറ്റുകളാണുള്ളത്. കർണാടകയിൽ 28 സീറ്റാണുള്ളത്. അതിലാണ് 23 സീറ്റുകളും ബി ജെ പിക്ക് കിട്ടും. ഭരണവും ബി ജെ പിക്ക് കിട്ടുമെന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. ആന്ധ്രയിലെ 25 സീറ്റുകൾ NDA 20 സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. നോക്കൂ, എത്ര വലിയ വിജയമാണ്. അപ്പോൾ 20 സീറ്റുകൾ. അപ്പോൾ തെലങ്കാനയിൽ 17 സീറ്റുകൾ, 17 എം പിമാരാണ് ഉള്ളത്. 17 ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന തെലങ്കാനയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ രേവന്ത് റെഡ്ഡിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. കോൺഗ്രസ് സർക്കാരാണ് ഇവിടെ ഉള്ളത്. 10 സീറ്റും ബി ജെ പി നേടും. ദക്ഷിണേന്ത്യയിൽ തന്നെ അപ്പോൾ ദക്ഷിണേന്ത്യ, ഇതാണ് പറഞ്ഞത്, ദക്ഷിണേന്ത്യ വലിയ തോതിൽ, അതായത് കട്ടിംഗ് സൗത്തൊക്കെ പറഞ്ഞവർക്ക് വലിയ മറുപടി കൊടുത്തുകൊണ്ട് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക 3 സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുന്നു. ദക്ഷിണേന്ത്യൻ പാർട്ടിയാണ് ഇനി ബി ജെ പി, അതായത് വടക്കേ ഇന്ത്യൻ പാർട്ടിയാണ്, ഹിന്ദിക്കാരുടെ പാർട്ടിയാണ്, ചപ്പാത്തി തീനികളുടെ പാർട്ടിയാണ്, ചാണകം തീനികളുടെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ദക്ഷിണേന്ത്യ ബി ജെ പി അടുപ്പിക്കത്തില്ല എന്ന് പറയുന്നവർക്കൊക്കെയുള്ള കൃത്യമായ മറുപടി മൂഡ് ഓഫ് ദ നേഷൻ സർവേയിലുണ്ട്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് 3 സംസ്ഥാനങ്ങളും ബി ജെ പി ഭരണത്തിലെത്തും. ഇപ്പോൾ ആകെയുള്ളത് ആന്ധ്ര മാത്രമേ ഉള്ളൂ, അല്ലേ? സഖ്യകക്ഷി ആന്ധ്ര മാത്രം. ഇപ്പോൾ തെലങ്കാനയും കർണാടകയും കൂടെ ബി ജെ പി ഭരിക്കാൻ പോവുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ സംഭവിക്കുക എന്ന് മൂഡ് ഓഫ് ദ നേഷൻ പറയുന്നു. പാർലമെൻറ്റ് സീറ്റുകളിലേക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 129 സീറ്റുകളാണുള്ളത്. 129 സീറ്റുകളിൽ ഏതാണ്ട് 54-നും 60-നും ഇടയ്ക്ക് സീറ്റ്. പകുതി സീറ്റുകൾ
BJP നേടുമെന്നാണ് ഈ സർവേ പറയുന്നത്. ഇനിയിപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ഒരു രസകരമായ കണക്ക് പറയുന്നുണ്ട്. കേരളത്തിലാണല്ലോ പ്രിയൻ ചോദിച്ചത്. കേരളത്തെക്കുറിച്ച് പറയുന്നത്, കേരളത്തിൽ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നാൽ ചിലർക്കറിയുന്നുണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അബദ്ധമായി ഇപ്പോൾ തൃശ്ശൂർക്കാരും മടുത്തു എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ ഇന്ത്യ ടുഡേ സർവേ പറയുന്നത്, മൂഡ് ഓഫ് ദ നേഷൻ പറയുന്നത്, ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി തിരിച്ചു വരും. തൃശ്ശൂർ റീറ്റെയിൻ ചെയ്യും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ഒരു ജനവികാരവുമില്ല. സുരേഷ് ഗോപി അതിശക്തമായി ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരും. തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപി എന്ന BJPയുടെ കേരളത്തിലെ ആദ്യത്തെ MP പ്രവർത്തനത്തിൽ സംതൃപ്തനാണെന്ന് പറയുന്നു. അതും മാത്രമല്ല, കേരള BJPയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ സുരേഷ് ഗോപിയാണ് എന്നും ഈ സർവേ പറഞ്ഞു വെക്കുന്നു. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കേരളത്തിൽ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുമെന്നും മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ BJPയുടെ MP-മാരുടെ എണ്ണം 1 നിന്ന് 2 മാറും. തിരുവനന്തപുരത്തെ MP-യും BJPക്കാരനായിട്ട് മാറും, BJPയുടെ MP ആയിട്ട് മാറും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം വരാൻ പോകുന്നു. മാത്രമല്ല, ഈ സർവേ പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്. BJPക്ക് പാർലമെൻറ്റിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റിലേക്ക് മറ്റ് 2 മണ്ഡലങ്ങളെ കൂടി തൃശ്ശൂരും തിരുവനന്തപുരം ഉറപ്പായിട്ട് BJP ജയിക്കും. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ 2 സീറ്റുകൾ കൂടി BJP ജയിക്കും എന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. ആറ്റിങ്ങലും പാലക്കാടും BJPക്ക് പണിയെടുത്താൽ പിടിക്കാവുന്ന മണ്ഡലങ്ങളാണ്, പാർലമെൻറ്റ് മണ്ഡലങ്ങളാണെന്ന് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറഞ്ഞു. അപ്പോൾ വലിയ മാറ്റമാണ്. ഈ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടിപ്പിക്കും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ ഇപ്പോൾ 2 സീറ്റ് BJPക്ക് എന്ന് പറയുന്നു. ബാക്കി 18 സീറ്റ് ആർക്കാണ്? ഉത്തരം പറയുന്നുണ്ട് മൂഡ് ഓഫ് ദ നേഷൻ സർവേ. ഇന്ത്യ ടുഡേ വോട്ടർ സർവേ പറയുന്നുണ്ട് 18 സീറ്റുകൾ UDF കൊണ്ടുപോകും. അതായത് CPM സമ്പൂജ്യമായി പരാജയപ്പെടാൻ പോകുന്നു. CPM-ന് LDF-ന് കേരളത്തിലൊരൊറ്റ സീറ്റും ഇനി പ്രതീക്ഷിക്കേണ്ട. CPM-ൻ്റെ രാഷ്ട്രീയ മരണം ആരംഭിച്ചിരിക്കുന്നു. യൂത്തനേഷ്യ കാക്ഷിച്ച് കിടക്കുന്ന രോഗിയെപ്പോലെ മരണാസന്നനായി കിടക്കുകയാണ്. മരണം വരുന്നത് കാത്ത് കിടക്കാൻ മാത്രമാണ് CPM-ന് LDF-ന് വിധി എന്നാണ് ഈ സർവേ വിളിച്ചു പറയുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയായിരിക്കാം കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് മുഖ്യവെക്കുന്നത്. നേരെ തിരിച്ചെങ്ങാനും ആയിരുന്നെങ്കിലും ദേശാഭിമാനിയുടെ മെയിൻ ഹെഡ് സ്റ്റോറി ഇതായനെ. അപ്പോൾ കേരളത്തിൽ CPM-ൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചിരിക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കണക്കാക്കിയുള്ള സർവേ ആണെങ്കിൽ പോലും ഇത് മറ്റ് മണ്ഡലങ്ങളെ ബാധിക്കും. മറ്റ് മണ്ഡലങ്ങളിലെ വോട്ട് ഷെയറുടെ കണക്കിലെടുത്ത്, നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കണക്കെടുത്തിട്ടാണ് ഈ സർവേ മൂഡ് ഓഫ് ദ നേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, CPM-ന് ഭരണമില്ല. പിന്നെ ആർക്കാണ് ഭരണം? ആ ഭരണത്തെക്കുറിച്ച് ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ വലതുപക്ഷം എന്നൊരു നാറേറ്റീവ് പണ്ട് മുതലേ ഉണ്ട്. ആ നാറേറ്റീവിന് ഇത്തവണ വ്യത്യാസം വരുമെന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. കാരണം 25% സീറ്റുകൾ BJP, 25% വോട്ടുകൾ BJP നേടി ഏതാണ്ട് തത്തുല്യമായ സീറ്റുകളിലേക്ക് BJPക്ക് ജയസാധ്യതയുണ്ട് എന്ന് ഈ സർവേ പറയുന്നു എന്നാണ് അതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഘടകം. അതായത് BJPക്ക് മുമ്പ് തന്നെ കണക്ക് പറയുന്നുണ്ട്. BJPക്ക് ഒരു 25% വോട്ട് ഷെയർ കിട്ടിയാൽ ഒരു 20 സീറ്റുകൾ BJPക്ക് ജയിക്കാമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വിശാരദന്മാർ, ഇലക്ഷൻ അനാലിസിസ് നടത്തുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 25%. കാരണം BJP 12%, ഈ 19% വരെയൊക്കെ വോട്ടായി. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ 20% അടുത്തുണ്ടായിരുന്ന 14% കുറഞ്ഞു. അത് BJP പുറകോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നവരുണ്ട്. കാരണം BJPക്ക് ഇനി സാധ്യതയൊന്നുമില്ല. അങ്ങനെയല്ല. കാരണം BJP കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സീറ്റുകളിലും മത്സരിച്ചിട്ടില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച പാർട്ടി ആണെങ്കിൽ പോലും എല്ലാ സീറ്റുകളിലും BJP മത്സരിച്ചില്ല. കാരണം ഒരു BJP എക്കാലത്തും ആലോചിക്കണമെന്ന് ഞാനൊക്കെ വിചാരിക്കുന്ന കാര്യമുണ്ട്. കാരണം ഇപ്പോൾ 140 സീറ്റുണ്ട്. 140 സീറ്റിലും BJPക്ക് ജയസാധ്യതയൊന്നുമില്ല. അപ്പോൾ 140 സീറ്റിലും എന്തുകൊണ്ട് BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നറിയാൻ ഓൾ ഓവർ കേരളം എടുത്തിട്ടാണ് വോട്ടിൻ്റെ ഷെയർ പറയുന്നത്. എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് പറയുന്നത്. കേരളം മുഴുവൻ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് 30% സീറ്റ് കിട്ടി, ശതമാനം വോട്ട് കിട്ടി എന്ന് പറയാം. ഈ ശതമാനം പുഴുങ്ങിയ MLA ഉണ്ടാവുമോ? ഇല്ല. അതിന് സീറ്റ് തന്നെ വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്തിനാണ് പണം, അധ്വാനം, തോക്കും? വയനാട്ടിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എടുത്ത ഏറ്റവും ശരിയായ ഒരു തീരുമാനമാണ് വയനാട്ടിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു.
അപ്പോൾ വയനാട്ടിൽ എന്തായാലും BJP ജയിക്കാൻ പോകുന്നില്ല ഉപതെരഞ്ഞെടുപ്പിൽ. അതെ. അവിടെ ഒരുപാട് പണം എടുക്കണം, ആ പ്രവർത്തകരുടെ അധ്വാനം വേണം. എന്തിനത് പാഴാക്കണം? ആ സമയത്ത് വോട്ടർ പട്ടികയെ ആളെ ചേർക്കുന്ന പണി ചെയ്തൂടെ? അതുകൊണ്ടാണ് RC പറഞ്ഞത് വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ BJPയുടെ സംസ്ഥാന സമിതി ചേർന്നിട്ട് അങ്ങനെയല്ല, തീരുമാനം തിരുത്തി മത്സരിച്ചു. പക്ഷേ മത്സരിച്ചുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? ഒരുപാട് പേരുടെ ഒരുപാട് അധ്വാനം പാഴായിപ്പോയി, ഒരുപാട് പണം പോയി അല്ലേ? റിസോഴ്സുകൾ അൺവാണ്ടഡായിട്ട് ഉപയോഗിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വോട്ടുകളെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു നയം എന്തുകൊണ്ട് BJPക്ക് എടുത്തുകൂടാ എന്ന് കുറേ കാലമായി ആലോചിക്കുന്ന ആളാണ്. ഇപ്പോൾ 140 മണ്ഡലത്തിൽ മത്സരിക്കേണ്ട BJPക്ക് ഇപ്പോൾ ജയസാധ്യതയുള്ള അല്ലെങ്കിൽ BJP വളരെ ഭിന്നബിലിറ്റിയുള്ള മണ്ഡലങ്ങൾ കേരള പോലീസ് മാർക്ക് ചെയ്തിരിക്കുന്നത് 36 സീറ്റുകളാണ്. ഈ 36 അല്ലെങ്കിൽ ഒരു 50 സീറ്റുകൾ A, B, C, പിന്നെ A1, A+, B+ ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർത്തൊരു 50 സീറ്റുകൾ BJP അല്ലെങ്കിൽ NDAക്ക് സാധ്യതയുള്ള മണ്ഡലം. ഈ 50 മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്ത് ഇൻറ്റൻസീവായിട്ട് എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. ഇപ്പോൾ ഈ ഇടതുപക്ഷമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യം എന്തറിയോ? അവർ മറ്റു മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ അവിടെ ഇറക്കും. അതെ. ഇപ്പോൾ പോലും LDFകാർ ചെയ്യുന്ന ഒരു CPI ആണ് അവിടുത്തെ സ്ഥാനാർത്ഥിയെങ്കിൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ പോയി CPM പ്രവർത്തിക്കും എന്ന് പറയുന്നത് പോലെ ഒരു 40 സീറ്റുകൾ അല്ലെങ്കിൽ 50 സീറ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട 50 സീറ്റുകൾ ഫോക്കസ് ചെയ്ത് അവിടെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ആളും അർത്ഥവും ഇറക്കി നല്ല രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് മത്സരിപ്പിച്ചാൽ അതിൽ പകുതി പേരെ ഈസിയായിട്ട് ജയിപ്പിച്ചെടുക്കാൻ BJPക്ക് പറ്റും. അതിനുള്ള അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ഭിന്നബിലിറ്റിയുള്ള പാർട്ടിയാണ് BJP. അങ്ങനെ BJP പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബാക്കി 50 സീറ്റ് മത്സരിക്കുക, പിന്നെ 90 സീറ്റുണ്ട്. 90 സീറ്റിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു മണ്ഡലം നോക്കി അവനിട്ട് പണി കൊടുക്കണം. അങ്ങനെ പണി കൊടുത്താലുണ്ടല്ലോ BJP ജയിക്കുമെന്ന് വരുമ്പോൾ ഇടതും വലതും കൂടെ ഒന്നിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, തന്തയില്ലാ പരിപാടി, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പരിപാടി, അത് അവസാനിക്കും. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? നിയമത്തിൽ ജയിക്കുന്നുണ്ടെങ്കിൽ ഇവന്മാർ ഒന്നാകും. അതെ. പട്ടിയൂർക്കാവ് ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഒന്നാകും. അതേസമയം ഈ പണി ചെയ്താൽ തിരിച്ച് ഞങ്ങളും പണിയും എന്ന് തീരുമാനിച്ചാൽ ഈ ക്രോസ് വോട്ടിംഗ് പരിപാടി അവിടെ നിൽക്കുന്നേ. അതെ. പിന്നെ മാത്രമല്ല BJPക്ക് എല്ലാ മണ്ഡലത്തിലും ശരാശരി എത്രയാ, ഒരു 10, 25,000, 30,000 വോട്ടുണ്ട്. ശരാശരി 3,000, 4,000 വോട്ടിനാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നത്. BJP ക്രോസ് വോട്ട് ചെയ്യിച്ചാൽ ഈ കേരളത്തിലെ ഒരൊറ്റ സ്ഥാനാർത്ഥിക്കും നിയമസഭ കാണുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. വോട്ടെണ്ണി റിസൾട്ട് പറയുന്നത് വരെ ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. BJPക്ക് തീരുമാനിക്കാൻ പറ്റും. BJPക്ക് കേരളം ആര് ഭരിക്കണമെന്ന് BJPക്ക് തീരുമാനിക്കാൻ പറ്റും. അതിലേക്ക് BJP പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിൽ അതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിലമ്പൂർ നമ്മൾ മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശരിയായ നിരീക്ഷണമാണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് രാഷ്ട്രീയത്തിനകത്ത് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് വേണം. നമ്മൾ ഇപ്പോൾ നമ്മുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോകത്തില്ല. കുറഞ്ഞാൽ എന്ത് വോട്ടിംഗ് ശതമാനം? പണ്ട് EMS പറയായിരുന്നു തെരഞ്ഞെടുപ്പ് തോറ്റാൽ നമ്മൾ തോറ്റുപോയെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ ഞങ്ങളാണ് കൂടുതൽ. വോട്ടിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ അസംബ്ലി കയറാൻ പറ്റില്ല. 30% വോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞൊരു കടലാസ് എഴുതി കൊണ്ടുപോയാൽ അസംബ്ലിയുടെ ഏഴകത്ത് കയറ്റില്ല. നമുക്ക് വേണ്ടത് അസംബ്ലിയിൽ ഇരിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് 25% വോട്ടിലേക്ക് BJP മാറുമെന്ന് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുമ്പോൾ സംഗതി വളരെ കൃത്യമാണ്. 20 MLAമാരെ വരെ BJPക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള പണിയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടത്. അത് നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ വല്ലാത്തൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എന്നോട് ചിലർക്ക് വിളിച്ച് ചോദിച്ചു, നിങ്ങളൊരു ചാനൽ ഇങ്ങനെ BJPക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറയാവുന്നു. ഞാനത് ഇന്നും പറയും BJPക്ക് വോട്ട് ചെയ്യണമെന്ന്. കാരണം എന്നറിയോ? രണ്ട് മുന്നണി എവിടെ ഉള്ളൂ. രണ്ടുപേരും തമ്മിൽ മാറി മാറി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു ഓപ്ഷൻ വരാനുണ്ടെന്ന് പറഞ്ഞാലേ ഇവന്മാരുടെ ശബരിമല മുതൽ സർവ്വതും സാധാരണക്കായ ആശാ വർക്കർമാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത് ഉൾപ്പെടെയുള്ള കൊള്ള അവസാനിക്കുള്ളൂ. ജനത്തിന് ജീവിക്കണ്ടേ? ഒരുത്തൻ ആനക്കള്ളൻ, ഒരുത്തൻ ആനമലക്കള്ളൻ, എങ്ങനെ ജീവിക്കും? അതിനിടയ്ക്കൊരു ബദലുണ്ടായി വരണം, ഒരു മൂന്നാം ശക്തി ഉണ്ടായി വരണം. മൂന്നാം ശക്തിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം വേണം. ജനാധിപത്യം സാർത്ഥകമായി നിൽക്കണമെങ്കിൽ ഉറപ്പായും BJPക്ക് ഒരു 10, 15 MLAമാരെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചാൽ മാത്രമേ കേരളത്തെ കട്ടുമുടിക്കുന്ന ഈ ഇടതിൻ്റെയും വലതിൻ്റെയും രാഷ്ട്രീയ ഒത്തുകളി അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതൊരു അവസരമാണ്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ പറയത്തില്ല. മൂഡ് ഓഫ് ദ നേഷൻ സർവേയെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ മൗനം പാലിക്കാൻ കാരണം കേരളത്തിലെ ആളുകൾക്ക് BJPയുടെ വിജയസാധ്യത കൂടുതൽ ബോധ്യപ്പെടുന്നതുകൊണ്ടാണ്. കാരണം ഇത് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ വിളിക്കുന്ന ഗോദി മീഡിയ അല്ല, ഇന്ത്യ ടുഡേ ആണ്. ഇന്ത്യ ടുഡേ BJPക്കെതിരായിട്ടുള്ള നാരേറ്റീവ്സുകൾ കഴിഞ്ഞ 10 വർഷമായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമമാണ് പറയുന്നത് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വന്നാൽ ഒറ്റയ്ക്ക് മോദി ഭരിക്കും. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ 25% സീറ്റുകൾ നേടി 20ഓളം സീറ്റുകൾ നേടാവുന്ന രാഷ്ട്രീയ ശക്തിയായി BJP മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് മിണ്ടില്ലെന്നേ, ഇത് മിണ്ടില്ല.
പക്ഷേ നമ്മളിത് ഉറക്കെ പറയണം, ഇതാണ് സത്യം, ഇങ്ങനൊരു സർവേ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സമുദായരെ നിങ്ങൾ തിരിച്ചറിയണം, ഇടത് വലത് മുന്നണികൾ കേരളത്തെ കട്ടുമുടിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം അവസാനിപ്പിക്കാനുള്ള ഒരു സുവർണാവസരം നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വോട്ടുകൾ പാഴാവില്ല. മൂന്നാമത്തെ ശക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആ മൂന്നാമത്തെ ശക്തിയെ നിങ്ങൾ BJP എന്ന് വിളിക്കുന്നെങ്കിൽ BJP. അത് കാലത്തിൻ്റെ ആവശ്യമാണ്, രാജ്യത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും ഈ കേരളത്തിൽ ജീവിച്ചിരിക്കാൻ അതാവശ്യമാണ്. മൂന്നാം ശക്തിയെ അംഗീകരിച്ചേ പറ്റുള്ളൂ. തിരിച്ചറിയണം. അതിനുള്ള സാധ്യതയുണ്ട്. BJPക്ക് ചെയ്യുന്ന വോട്ടുകൾ പാഴാവി പോവില്ല എന്ന് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നു. അത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിൽ ഞങ്ങൾ മാത്രമാണ്. ഇനി ഇതിന് ശേഷം മറ്റാരെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഏതായാലും ഞങ്ങൾ ഇത്തരം സത്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ ഞങ്ങൾക്കൊരു വോട്ട് ചെയ്യുക. ഇന്ത്യ ലൈവ് ചാനലിൻ്റെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അവിടെ വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ദയവായി അമർത്തി ഇന്ത്യ ലൈവിനെ ഇനിയും മറ്റുള്ളവർ മറച്ചു വയ്ക്കുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക.